Good morning students. Plus on accounting journalizing വീഡിയോ 8ലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ജേർണലൈസിംഗിന്റെ ആ 7 വീഡിയോകളിൽ നമ്മൾ വിവിധ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ജേർണലൈസ് ചെയ്യേണ്ടതെന്ന് കണ്ടു കഴിഞ്ഞു. ഗുഡ്സ് കടമായിട്ട് വാങ്ങിച്ചാല്, ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചാല്, അതുപോലെ ക്യാഷ് സെയില്, ക്രെഡിറ്റ് സെയില്, എക്സ്പെൻസസ് ഒക്കെ കൊടുക്കുന്നത്, ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ വരുന്നത്, ഡ്രോയിങ്സ്, അസറ്റ് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നത്, കടമായിട്ട് വാങ്ങിക്കുന്നത്, ഇങ്ങനെ വിവിധ ട്രാൻസാക്ഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡെറ്ററിൽ നിന്ന് പണം കിട്ടുന്നു, ക്രെഡിറ്റർക്ക് പണം കൊടുക്കുന്നു, അതുപോലെ ഇൻകം കിട്ടുന്നു, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായുള്ള ട്രാൻസാക്ഷൻസ് ആണ് കണ്ടത്. ഇന്ന് നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആണ് കാണുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ബാങ്കുമായി എല്ലാ ബിസിനസ്സുകാർക്കും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ വിവിധ തരത്തിലുള്ള ഇടപാടുകൾ ബാങ്കുമായിട്ടുണ്ടാവും. അത് നമുക്ക് ഓരോന്നും അനലൈസ് ചെയ്ത് എന്താണ് എഴുതേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്. ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്, അതായത് എല്ലാ ബിസിനസ്സുകാർക്കും ബാങ്കിൽ ബിസിനസിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. ആ അക്കൗണ്ടിലേക്ക് ബിസിനസ്മാൻ എന്ത് ചെയ്യുക? ബിസിനസ്സിൽ നിന്നുള്ള പണം ഡിപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ബിസിനസ്സിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിലെ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്യും? ബിസിനസ്സിൽ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറയും. ബിസിനസ്സിൽ നിന്ന് പണം ബാങ്കിലേക്ക് പോവുകയാണ്. പകരം ഇത് എവിടെ വരും? ബാങ്കില്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പം അവിടുത്തെ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ടും രണ്ടാമത്തെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമാണ്. രണ്ട് അക്കൗണ്ടുകൾ അവിടെ വരുന്നത് ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടുമാണ്. അപ്പം ക്യാഷ് എന്ത് ചെയ്യുന്നു? കുറയും. ക്യാഷ് നമുക്ക് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് കുറയുകയാണ്. ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്, അത് കുറയും. അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറയുന്നത് കൊണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഇനി ബാങ്കിൽ നമുക്ക് പണമുണ്ട്, ഒരു ബിസിനസ്മാന് ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അയാളെ സംബന്ധിച്ച് അതും ഒരു അസറ്റ് ആണ്. അപ്പം ബാങ്കിൽ പണം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അസറ്റ് ആണ്. അത് ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ ആ അസറ്റ് എന്ത് ചെയ്യും? കൂടും. ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ്, ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞ അസറ്റ് കൂടുകയാണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. കൂടിയാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ജേണൽ എൻട്രി ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്, ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ എന്താണ് ജേണൽ എൻട്രി എഴുതേണ്ടത്? ബിസിനസ്സിൽ ക്യാഷ് കുറയുന്നു, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറയുന്നു, പക്ഷെ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടുന്നു. അവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ ക്യാഷ് അക്കൗണ്ടുമാണ് ബാങ്ക് അക്കൗണ്ടുമാണ്. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറയുന്നതുകൊണ്ട് ആ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. കാരണം അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്, കുറയുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യണം. ഇനി ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ്, ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞ അസറ്റ് അത് കൂടുകയാണ്. കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ ഡേറ്റ് ഇടുക. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡേറ്റ് തന്നിട്ടില്ല. ഇതിന്റെ ഒരു ജേണൽ എൻട്രി എമൗണ്ട് തരാതെ ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഡേറ്റ് തന്നിട്ടില്ലാതെ ഡേറ്റ് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണോ അത് എഴുതണം. ഇത് ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എഴുതുന്നത് ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട് ഇതിങ്ങനെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഇങ്ങേറ്റത്ത് ഡെറ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. എമൗണ്ട് എത്രയാണോ അത് എഴുതുക. ഇനി അടുത്ത ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതണം. ടു, അല്പം രണ്ടാമത്തെ ലൈനിൽ അല്പം സ്പേസ് മാറ്റി, ടു ക്യാഷ് അക്കൗണ്ട്. അതും എമൗണ്ട് എത്രയാണോ അത് അതിന് നേരെ എഴുതി. ഇനി നരേഷൻ എഴുതണം. ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻടു ബാങ്ക്. ഇത്രയും നരേഷനും എഴുതി എന്ത് ചെയ്യുക? ഇവിടെ ക്ലോസ് ചെയ്ത് വായിക്കണം. അപ്പൊ ഒന്നാമത്തെ ട്രാൻസാക്ഷന്റെ ജേണൽ എൻട്രി കംപ്ലീറ്റ് ആയി. അപ്പൊ ഒന്നാമത്തെ എന്തായിരുന്നു? ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്, ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കുന്നു. ബിസിനസ്സിൽ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ബാങ്ക് ബാലൻസ് കൂടുന്നതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് ബാലൻസ് കുറയുന്നു. രണ്ട് ബാലൻസ് അല്ലെ, ബാലൻസിൽ വ്യത്യാസം വരുന്നത്. ഇത് രണ്ടും അസറ്റ് ആണ്. അപ്പൊ ബാങ്ക് ബാലൻസ് കൂടുന്നതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് ബാലൻസ് കുറയുന്നതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷനിലേക്ക് പോകാം. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യണം. ഇനി അടുത്തത്, ഈ ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കുന്നവരെ തന്നെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് പണം എന്ത് ചെയ്യും? ഓഫീസ് യൂസിന് വേണ്ടി പണം പിൻവലിക്കുകയും ചെയ്യും. ഓഫീസ് യൂസ്, കാരണം പണം ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്ന ചിലപ്പോൾ രണ്ട് കാര്യങ്ങൾക്കാകാം. ചിലപ്പോൾ ബിസിനസിന്റെ അക്കൗണ്ടിൽ നിന്ന് ഉടമസ്ഥൻ അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പിൻവലിക്കാം. ആ ട്രാൻസാക്ഷൻ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പിൻവലിക്കാൻ അതിന് എഴുതേണ്ട ജേണൽ എൻട്രി വ്യത്യസ്തമാണ്.
ഇവിടെ നമ്മൾ കാണുന്നത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചാൽ എന്ത് ചെയ്യണം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് അല്ലെ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്ത് വരുന്നുണ്ട്, ക്യാഷ് എന്ന് പറഞ്ഞ ക്യാഷ് വരും. ക്യാഷ് എന്താണ്, അസറ്റ് ആണ്, അത് ബിസിനസ്സിലേക്ക് വരികയാണ്. അതെന്ത് ചെയ്യണം, ബിസിനസ്സിലേക്ക് ക്യാഷ് കൂടും. ഇപ്പൊ ബാങ്കിൽ നിന്ന് ഒരു 5000 രൂപ നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് ബാലൻസ് അത്രയും കണ്ട് കൂടും. അപ്പൊ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി അടുത്തത്, ബാങ്കിൽ 10000 രൂപ കിടന്നപ്പോഴാണ് അതിൽ നമ്മൾ 5000 പിൻവലിച്ചെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് എന്ത് ചെയ്യും, ബാങ്ക് ബാലൻസ് അസറ്റ് ആയിട്ടിരുന്ന് കുറയുകയാണ്. അപ്പോൾ അവിടുത്തെ അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ആണ്. പണം അതൊരു അസറ്റ് അക്കൗണ്ട് ആണ്. പണം പിൻവലിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് ആ അസറ്റ് അത്രയും കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒന്നുകൂടെ നോക്കാം. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസിന് വേണ്ടി അല്ലെ ബിസിനസ് യൂസിന് വേണ്ടി ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചു. അപ്പൊ അത് ആ യൂസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചില പേഴ്സണൽ യൂസ് ആണെങ്കിൽ ഇതിങ്ങനെയല്ല, ഓഫീസ് യൂസിനാകുമ്പോൾ എഴുതേണ്ട ജനറൽ എൻട്രിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ അങ്ങനെ സംഭവിച്ചപ്പോൾ ബിസിനസ്സിലേക്ക് എന്ത് വന്നു, ക്യാഷ് വന്നു. അത് അസറ്റ് ആണ്, കൂടി. ബിസിനസ്സിൽ ക്യാഷ് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് എന്ത് ചെയ്യുന്നു, ആ അസറ്റ് അത് കുറഞ്ഞു. അത് കുറഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ജനറൽ എൻട്രി എഴുതാം. ജനറൽ എൻട്രി വരുമ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ട ഏത് അക്കൗണ്ട് ആണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ഇപ്പൊ എമൗണ്ട് എത്രയാണോ അത് എഴുതണം. ഇപ്പൊ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അത് അടയാളം ഇടുന്നതേ ഉള്ളൂ. ഇനി വിഡ്രോ നരേഷൻ എഴുതേണ്ടത് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസിന് വേണ്ടി പണം പിൻവലിച്ചു. ഓഫീസ് യൂസിന് വേണ്ടി പ്രത്യേകം ഓർക്കണം കേട്ടോ. ബിസിനസിന് ആവശ്യത്തിന് വേണ്ടി പണം പിൻവലിക്കുമ്പോഴാണ് ക്യാഷ് അക്കൗണ്ട് അറ്റത്ത് ബാങ്ക് അക്കൗണ്ട് എഴുതുന്നത്. ബിസിനസ്സിലേക്ക് പണം വന്നപ്പോൾ ക്യാഷ് വന്നപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കൂടി, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. നമ്മുടെ ബാങ്ക് ബാലൻസ് അപ്പോൾ ഡിപ്പോസിറ്റ് എത്രയും കുറയുന്നത് കൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. അതായത് നമ്മൾ പല ആൾക്കാർക്കും ബിസിനസ്മാൻ ഗുഡ്സ് കടമായിട്ട് വിറ്റിട്ടുണ്ടാവും. ആ പണം തരാനുള്ള ആൾക്കാർ, അവരെ നമ്മൾ ഡെറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ആ ഡെറ്റേഴ്സ് എല്ലാവരും ക്യാഷ് ആയിട്ട് തരണമെന്നില്ല. നമുക്ക് പണം തരാനുള്ളത് എല്ലാം ക്യാഷ് ആയിട്ട് തരണമെന്നില്ല. അത് ചിലപ്പോൾ എന്തായിരിക്കും, ചെക്ക് ആയിട്ട് തരാം. അപ്പോഴെന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. നമുക്ക് പണം തരാനുള്ള ഒരു കസ്റ്റമറിൽ നിന്ന് ചെക്ക് കിട്ടിയാൽ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ചെക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉടനെ അത് ക്യാഷ് ആകുകയില്ല. ആ ചെക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിൽ കൊടുക്കണം. അയാളുടെ ചെക്കാണ് കിട്ടുന്നത്, അത് നമ്മൾ ബാങ്കിൽ കൊടുത്ത് കളക്ട് ചെയ്ത്, കളക്ഷൻ എന്ന് പറയും, കളക്ഷൻ പോയി വന്നാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ പണം വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം ഇവിടെ ഓർത്തിരിക്കേണ്ടത്, നമുക്ക് പണം തരാനുള്ള ഒരാള് ചെക്ക് തന്നാൽ അയാൾ ക്യാഷ് കിട്ടിയതായിട്ട് ആണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പൊ എന്ത് റിസീവ്ഡ് ആയിട്ട് എഴുതണം, ക്യാഷ് റിസീവ്ഡ് ആയിട്ട് രേഖപ്പെടുത്തണം. ക്യാഷ് റിസീവ്ഡ് ആ രീതിയിലാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അത് ഈ കാര്യത്തിൽ മാത്രമേ കൊടുക്കാനുള്ള ആളിന് ചെക്ക് കൊടുത്താൽ ക്യാഷ് കൊടുത്തായിട്ട് എഴുതാൻ പാടില്ല. നമുക്ക് പണം തരാനുള്ള ആള് ചെക്ക് തന്നാൽ ക്യാഷ് കിട്ടിയതായിട്ട് കരുതാം. അപ്പോൾ നമുക്ക് പണം തരാനുള്ള ആള് ചെക്ക് വരുമ്പോൾ ക്യാഷ് കിട്ടിയതായിട്ട് കരുതുകയാണെങ്കിൽ എന്താണ് അക്കൗണ്ട് വരുന്നത്, ക്യാഷ് കിട്ടിയതായിട്ടാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എഴുതണം. പിന്നെ കസ്റ്റമറുടെ അക്കൗണ്ട് അല്ലെ, നമുക്ക് പണം തരാനുള്ള ആൾ ഒരു അസറ്റ് ആയിരുന്നു, ഡെറ്റർ ആയിരുന്നു. അയാൾ പണം തരുമ്പോൾ ആ അസറ്റ് അത്രയും കണ്ട് ആ കസ്റ്റമർ ആ ഡെറ്റർ അത്രയും കണ്ട് എന്ത് ചെയ്യും, കുറയും. അപ്പൊ അയാളുടെ അക്കൗണ്ട് ആണ് വരുന്നത്. അടുത്ത ഒരു അക്കൗണ്ട് കസ്റ്റമറുടെ അക്കൗണ്ട് ആണ്, കസ്റ്റമറുടെ അക്കൗണ്ട്. ഇപ്പൊ ബിസിനസ്സിലേക്ക് ക്യാഷ് എന്ത് ചെയ്യുന്ന, ചെക്ക് കിട്ടിയപ്പോൾ ക്യാഷ് കിട്ടിയതായിട്ട് കരുതുന്നു. അപ്പൊ ക്യാഷ് കൂടുതലായിട്ട് അസ്യൂം ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യും. ഇനി കസ്റ്റമർ എന്ന് പറയുന്ന ആള് നമ്മളെ സംബന്ധിച്ച് ഒരു അസറ്റ് ആണ്. അയാൾ ഡെപ്റ്റർ ആയിരുന്നു. ചെക്ക് എന്ത് ചെയ്യുമ്പോൾ ആ ഡെപ്റ്റർ അത്രയും കണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പൊ അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡേറ്റ് ഇടുക, എന്നിട്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ആരാണോ തരുന്നത് അയാളുടെ പേരാണ് എഴുതേണ്ടത് കേട്ടോ, കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ഇപ്പൊ എമൗണ്ട്, അയാൾ തരുന്ന എമൗണ്ട് എത്രയാണോ അത് ഇവിടെ എഴുതണം. നരേഷൻ എഴുതേണ്ടത് റിസീവ്ഡ് ചെക്ക് ഫ്രം കസ്റ്റമർ. റിസീവ്ഡ് ചെക്ക് ഫ്രം കസ്റ്റമർ.
അപ്പൊ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ, പ്രത്യേകം ശ്രദ്ധിക്കണം. ചെക്ക് കിട്ടുമ്പോൾ, നമുക്ക് പണം തരാൻ ആളുകളെ ചെക്ക് കിട്ടുമ്പോൾ എന്ത് കിട്ടിയതായിട്ട് കരുതണം? ക്യാഷ് കിട്ടിയതായിട്ട്, അയാളിൽ നിന്ന് ക്യാഷ് കിട്ടിയതായിട്ട് നമ്മൾ കരുതണം. അതുകൊണ്ടാണ് ചെക്ക് കിട്ടുമ്പോൾ ക്യാഷ് കിട്ടിയതായിട്ട് കരുതി ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ അക്കൗണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല എങ്കിലും ഇതിന്റെ ബാക്കി ഒരു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിക്കോളും. ക്യാഷ് ബാലൻസിനെ ഇപ്പോഴത്തെ നിലവിൽ നോക്കുമ്പോൾ ക്യാഷ് ബാലൻസ് കൂടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ചെക്ക് ഇനി നമ്മൾ അടുത്ത ട്രാൻസാക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ, കാരണം ഈ ചെക്ക് അതേപടി നമുക്ക് വെച്ചിട്ട് കാര്യമില്ല, ബാങ്കിൽ കൊടുത്ത് പണമാക്കി മാറ്റണം. ആ സമയത്ത് നമ്മൾ എഴുതുമ്പോൾ അത് ക്ലിയർ ആയി വന്നോളൂ. അപ്പൊ ചെക്ക് കിട്ടി കഴിയുമ്പോൾ ക്യാഷ് കിട്ടിയായിട്ട് കരുതുന്നു, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമറുടെ അക്കൗണ്ട് എന്ന് എഴുതും. ഇനി അടുത്ത ട്രാൻസാക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ അല്ലെ, തൊട്ട് മുമ്പ് കണ്ട ട്രാൻസാക്ഷൻ. പെയ്ഡ് അല്ലെങ്കിൽ ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ. അതായത് നമുക്ക് ഒരു 10,000 രൂപ തരാനുള്ള ആള് ചെക്ക് തന്നു. ഈ ചെക്ക് നമ്മൾ ബിസിനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല. നമ്മൾക്ക് ആർക്കെങ്കിലും പണം കൊടുക്കാനുള്ള ആളിന് ആ ചെക്ക് എടുത്ത് കൊടുക്കാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അയാളുടെ ബാങ്കിലെ ചെക്കാണ് തന്നിരിക്കുന്നത്, അയാളുടെ അക്കൗണ്ടിലെ അയാളുടെ ചെക്കാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബിസിനസ്മാന്റെ അക്കൗണ്ടിലുള്ള ഏത് ബാങ്കാണോ ആ ബാങ്കിൽ ഈ ചെക്ക് കൊടുത്താൽ മതി. ആ ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ചെക്ക് പേ ചെയ്ത് അവിടെ കൊടുത്താൽ മതി. ആ ബാങ്ക് എന്ത് ചെയ്തോളും? നമ്മുടെ കസ്റ്റമറുടെ ബാങ്കിൽ നിന്ന് പണം കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് തരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പണം തരാനുള്ള ആൾ ചെക്ക് തന്നു കഴിഞ്ഞാൽ ആ ചെക്ക് എന്ത് ചെയ്യണം? ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ കൈവശം വെച്ചിട്ട് കാര്യമില്ല, അത് പെയ്ഡ് ഓർ ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ. ചെക്ക് ബാങ്കിൽ കളക്ഷൻ കൊടുക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ആലോചിക്കാൻ പോകുന്നത്. ചെക്ക് ബാങ്കിൽ കളക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അന്നേരം തന്നെ ബാങ്ക് ബാലൻസ് കൂടിയതായിട്ടാണ് കരുതുന്നത് കേട്ടോ. ബാങ്ക് ബാലൻസ് ഇപ്പൊ ചെക്ക് എന്ന് പറഞ്ഞാൽ പണത്തിന് തത്തുല്യമായ ഒരു ഡോക്യുമെന്റ് ആണ്. നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടിയതായിട്ട് നമ്മൾ കരുതുന്നു. അതുകൊണ്ട് അവിടെ വരുന്ന ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ആണ്. ഇതുപോലെ തന്നെ ഈ ചെക്ക് കിട്ടിയപ്പോൾ നമ്മൾ ക്യാഷ് കിട്ടിയതായിട്ട് കരുതി, സത്യത്തിൽ കിട്ടിയതല്ല. അതുകൊണ്ട് ആ ചെക്ക് ബാങ്കിൽ കൊടുക്കുമ്പോൾ, ഇങ്ങനെ കസ്റ്റമറിൽ നിന്ന് കിട്ടിയ ചെക്ക് ബാങ്കിൽ കൊടുക്കുമ്പോൾ ക്യാഷ് കിട്ടിയതായിട്ട് കരുതിയതുപോലെ തന്നെ ക്യാഷ് കൊടുത്തതായിട്ട്, ബാങ്കിലേക്ക് ക്യാഷ് കൊടുത്തതായിട്ടും കരുതും. അപ്പൊ അവിടെ വരുന്ന മറ്റൊരു അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമുക്ക് പണം തരാനുള്ള ആൾ ചെക്ക് തന്നു. ആ ചെക്ക് നമ്മൾ ബാങ്കിൽ കളക്ഷൻ കൊടുത്തപ്പോൾ അത് ബാങ്കിലേക്ക് ക്യാഷ് കൊടുത്തായിട്ട് കരുതും. അതുപോലെ നമ്മളത് ബാങ്ക് ബാലൻസ് കൂടിയതായിട്ട് കരുതും. എന്ന് പറഞ്ഞാൽ ഏത് ട്രാൻസാക്ഷൻ തുല്യമാണെന്നറിയാവോ? ബാങ്കിലേക്ക് പണം ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ എന്താണോ എഴുതിയ അത് തന്നെയാണ് ജേണൽ എൻട്രി എവിടെയാണ് വരുന്നത്. അപ്പോൾ ബാങ്ക് ബാലൻസ് കൂടിയതായിട്ടാണ് നമ്മൾ എഴുതുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ഇവിടെ ചെക്ക് ഡിപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, ചെക്ക് ഡിപ്പോസിറ്റഡ് ഇൻടു ബാങ്ക് ഫോർ കളക്ഷൻ. അതായത് നമുക്ക് കിട്ടിയ ചെക്ക് ബാങ്കിൽ കളക്ഷന് വേണ്ടി കൊടുത്തു. അപ്പൊ അവിടെ ഓർത്തിരിക്കണം, ചെക്ക് കിട്ടിയപ്പോൾ ക്യാഷ് കിട്ടിയായിട്ട് കരുതി, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ എഴുതി. ഈ ചെക്ക് ബാങ്കിൽ കൊടുക്കുമ്പോൾ ബാങ്കിലേക്ക് ക്യാഷ് കൊടുത്തു. അപ്പം 10,000 രൂപയുടെ ചെക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ 10,000 രൂപ ക്യാഷ് കിട്ടിയായിട്ട് എഴുതി വെച്ചു. ആ ചെക്ക് ബാങ്കിലേക്ക് കൊടുത്തപ്പോൾ 10,000 രൂപ ബാങ്കിലേക്ക് കൊടുത്തായിട്ട് എഴുതി. അപ്പം ജസ്റ്റ് നമ്മുടെ നിലവിലുള്ള ക്യാഷ് ബാലൻസിന് എന്ത് ചെയ്യില്ല, അത് ബാധിക്കത്തില്ല. കാരണം 10,000 രൂപയുടെ ചെക്ക് കിട്ടിയപ്പോൾ ക്യാഷ് കിട്ടിയായിട്ട് എഴുതി, സത്യത്തിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ആ ചെക്ക് ബാങ്കിൽ കൊടുത്തപ്പോൾ ക്യാഷ് കൊടുത്തായിട്ട് എഴുതി. അപ്പം പിന്നെ നമുക്ക് ആ നമ്മുടെ നിലവിലുണ്ടായിരുന്ന ക്യാഷ് ബാലൻസിന് അത് ബാധിക്കത്തില്ല. അപ്പം ഈ ചെക്ക് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുന്നത് ഏതിന് തുല്യമായിട്ട് എഴുതിയാൽ മതി? ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ആ ട്രാൻസാക്ഷൻ എന്താണ് എഴുതിയത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അത് സെയിം ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ അത് രണ്ടും സെയിം ജേണൽ എൻട്രിയാണ്. ഇനി മറ്റൊരു കാര്യമുണ്ട്. ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. പിൻവലിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. അങ്ങനെയും മനസ്സിലാക്കാം. ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. വിഡ്രോ ചെയ്താൽ, ഓഫീസ് യൂസിന് വിഡ്രോ ചെയ്താൽ ഓപ്പോസിറ്റ് എൻട്രി. ഇവിടെ ക്രെഡിറ്റ് ചെയ്തതിന് ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. പണം തരാനുള്ള ആളെ ചെക്ക് തന്നു, ആ ചെക്ക് ബാങ്കിൽ കൊടുക്കുന്നു, ബാങ്കിലേക്ക് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്ത സെയിം ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇപ്പൊ പഠിക്കാൻ എളുപ്പമുണ്ട്. ഇനി അടുത്തത് 5ാമത്തെ ട്രാൻസാക്ഷൻ. ഇപ്പൊ 1ാമത്തെ കഴിഞ്ഞു, അതുപോലെ 2, 3, 4, 5. 5ാമത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് അലൗഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞാല്, നമുക്ക് ബിസിനസ്മാന് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, അയാളുടെ അക്കൗണ്ടിലേക്ക് അയാൾ പണം നിക്ഷേപിക്കുന്നു, ആവശ്യം വരുമ്പോൾ തിരിച്ചെടുക്കുന്നു. അവിടെ ഡിപ്പോസിറ്റ് ആയിട്ട് പണം കിടക്കുന്നത് എത്ര ദിവസമൊക്കെ ഉണ്ടോ അതനുസരിച്ച് നിശ്ചിത ഇടവേളകളിൽ ബാങ്ക് ഇൻട്രസ്റ്റ് തരും നമുക്ക് ഡിപ്പോസിറ്റ് ഉള്ളതിന്.
ആ തുക ഒരിക്കലും നമുക്ക് നേരിട്ട് കയ്യിലേക്ക് പണം തരികയില്ല. അത് ബാങ്ക് ബാലൻസ് ഇപ്പം 10,000 രൂപ നമുക്ക് ഡിപ്പോസിറ്റ് ആയിട്ടുണ്ട്, 150 രൂപ ഇൻട്രസ്റ്റ് അനുവദിക്കുകയാണെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, അത്രയും രൂപ അലോ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസിലേക്ക് അത് ആഡ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുള്ളൂ. അപ്പം 10,000 രൂപ നിന്നത് 10,150 രൂപയായിട്ട് വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുകയേ ഉള്ളൂ. അപ്പം ബാങ്ക് ബാലൻസ് അത്രയും കൊണ്ട് കൂടും. നമുക്ക് ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് തരത്തില്ല ഒരിക്കലും, അത് ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് കൂട്ടി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ വരുന്ന ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ആണ്. ബാങ്ക് ബാലൻസ് കൂടുന്നുണ്ട്, ഒരു അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ആണ്. പിന്നെ ഈ ഇൻട്രസ്റ്റ് ആണ് അല്ലെ, ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന് പണം ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. അങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻകം ആണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു അക്കൗണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നാണ് അടുത്ത അക്കൗണ്ട് വരുന്നത്. അതൊരു ഇൻകം അല്ലെങ്കിൽ റവന്യൂ ആണ്. ഇൻകം ആണ്, അത് കൂടുകയാണ്. ഇൻകത്തിന് എന്ത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യും. ബാങ്ക് ബാലൻസും കൂടുന്നു, ബാങ്ക് അസറ്റ് ആണ്, അത് കൂടുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ അടുത്ത ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക് ഓൺ ഡിപ്പോസിറ്റ്. ബാങ്കിൽ കിടക്കുന്ന നമ്മുടെ ഡിപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് ബാങ്ക് തരുന്നതാണ്. അങ്ങനെ ഇൻട്രസ്റ്റ് തരുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടും. അതുകൊണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ആ ഇൻട്രസ്റ്റ് ഒരു ഇൻകം ആയതുകൊണ്ട് ഇൻട്രസ്റ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണോ അത് എഴുതുക. ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക്. ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക്. ഇപ്പം ബാങ്കിങ് ട്രാൻസാക്ഷനിലെ പ്രധാനപ്പെട്ട 5 എണ്ണമാണ് നമ്മൾ കണ്ടത്. ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്കിൽ നിന്ന് ഓഫീസ് യൂസിന് പണം പിൻവലിക്കുന്നു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. നമുക്ക് പണം തരാനുള്ള ചെക്ക് തരുന്നു, അപ്പം ക്യാഷ് കിട്ടിയായിട്ട് കരുതുന്നു, അവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ തരുന്നു. ഈ ചെക്ക് ബാങ്കിൽ കൊടുക്കുന്നതാണ് അടുത്തത്. അപ്പോൾ എന്താണ്, ബാങ്കിലേക്ക് പണം കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ഇതിന് ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ബാങ്ക് നമ്മുടെ ഡിപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് അനുവദിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് നമ്മളെ സംബന്ധിച്ച് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ബാങ്ക് ബാലൻസ് അങ്ങനെ കൂടുന്നത് കൊണ്ട് ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പൊ ബാങ്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 ട്രാൻസാക്ഷൻ ആണ് പറഞ്ഞത്. നിങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ടാണ്. ഓക്കെ.